അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ റിയാസ് മന്നാനി കടയ്ക്കലാണ്. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ, ഇബാദത്തുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി സന്തോഷകരമായൊരു ജീവിതം നയിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഞാനിങ്ങനെ കൊച്ചു കൊച്ചു വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുക. ബഹുമാനികളെ, നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. കേരളക്കര ഒന്നാകെ സന്തോഷത്തിൻ്റെ ദിനരാത്രങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത്. കേരളക്കരയ്ക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ പെരുന്നാൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത് റഹീം എന്ന ആ മനുഷ്യൻ കേരളത്തിലേക്ക് മടങ്ങി വന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, 10-20 വർഷം കൊണ്ട് അദ്ദേഹം മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കാരാഗൃഹത്തിൽ കഴിയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മളും വളരെയധികം വിഷമിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി ദുആ ചെയ്യുകയും ഒരുമിച്ച് കൂടുകയും അതുപോലെ പല പല രീതിയിൽ എല്ലാവർക്കും ഒക്കുന്ന രീതിയിൽ പല രീതിയിൽ ശ്രമിക്കുകയും ജാതിമത ഭേദമന്യേ വർഗവിവേചനങ്ങളൊന്നുമില്ലാതെ തന്നെ എല്ലാവരും ഒന്നടങ്കം ആ മനുഷ്യൻ്റെ തിരിച്ചുവരവിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പല രീതിയിൽ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഒരു അന്ത്യമെന്നോളം വളരെയധികം സന്തോഷകരമായ രീതിയിൽ അദ്ദേഹം നമ്മളെ കേരളത്തിലേക്ക് മടങ്ങി വന്നു. സ്വന്തം കുടുംബങ്ങളെയും നാട്ടുകാരെയും അതിലുപരി ആ സ്വന്തം ഉമ്മയെയും കണ്ട് സന്തോഷത്തോടുകൂടി സന്തോഷ കണ്ണീർ ഒഴുക്കുന്ന വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനികൾ, നമ്മളെല്ലാവരും പരിശ്രമിച്ചെങ്കിലും ആ ഉമ്മയുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു ഉമ്മയുടെ കണ്ണുനീര്, മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഉമ്മയുടെ ദുആ അല്ലാഹു ഒരിക്കലും തട്ടിക്കളയുകയില്ല. അത് ആ ഉമ്മ എന്നല്ല, എല്ലാ ഉമ്മമാരുടെയും വിഷയം അത് തന്നെ. മക്കൾക്ക് വേണ്ടി എന്ത് ദുആ ചെയ്യുന്നുവോ അത് അപ്പടി അല്ലാഹു തആല സ്വീകരിക്കും. അത് നല്ലതിന് വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിലും മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിലും തിന്മയ്ക്ക് വേണ്ടിയാണെങ്കിലും ഒരു ഉമ്മയുടെ നാവിൽ നിന്ന് വരുന്ന വാക്ക് സ്വീകരിക്കപ്പെടുമെന്നതിന് യാതൊരു സംശയവുമില്ല. ബഹുമാനികളെ, അതുകൊണ്ടാണ് പ്രവാചകൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്, ഒരുമ്മമാരും സ്വന്തം മക്കളെ മോശമായ രീതിയിൽ അവരെ ശപിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ നമ്മളെ ഉണർത്തുന്നതിൻ്റെ കാരണം അതാണ്. കാരണം എടാ നീ നശിച്ചു പോകുമെടാ എന്നൊരു ഉമ്മായുടെ നാവിൽ നിന്നും വീണ് കഴിഞ്ഞാൽ പിന്നെ അതിനെ ആർക്കും മാറ്റാൻ സാധിക്കുകയില്ല. മകൻ നശിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ കൂടി പറയുന്നത്, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ അടുക്കലേക്ക് വാർദ്ധക്യം ബാധിച്ച് വന്നു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ആട്ടിയിറക്കാൻ പാടില്ല. നിങ്ങളുടെ കരുതലിൻ്റെ ആ ചിറകുകൾ അവരിലേക്ക് നിങ്ങൾ വിരിച്ചു കൊടുക്കുക. അവരെ നിങ്ങൾ മോശമായി അവരോട് നിങ്ങൾ സംസാരിക്കരുത്. എത്രത്തോളം എന്ന് വെച്ചാൽ മോശത്തരത്തിൻ്റെ ഏറ്റവും ചെറിയ വാക്കായ ഇച്ഛേ എന്ന് പോലും നിങ്ങൾ അവരോട് പറയരുത്. ഫലാ തഖുല്ലഹുമാ ഉഫിൻ. ഇച്ഛേ എന്നുള്ള വാക്ക് ഏറ്റവും മോശത്തര വാക്കുകളിൽ ഏറ്റവും ചുരുങ്ങിയ വാക്കായ അങ്ങനെ പോലും നിങ്ങൾ മാതാപിതാക്കളെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് അല്ലാഹു തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ കൂടി ഉണർത്തുമ്പോൾ ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥാനം എത്രയാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ, എനിക്ക് ഏറ്റവും കടമയുള്ളത് ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നിൻ്റെ ഉമ്മയോടാണ്. വീണ്ടും ആ മനുഷ്യൻ വീണ്ടും ചോദിക്കുന്നു, അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും കടപ്പാടുള്ളത് ആരോടാണ് നബിയെ? വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതും നിൻ്റെ ഉമ്മയോടാണ്. വീണ്ടും ചോദിക്കുന്നു മനുഷ്യൻ, വീണ്ടും എനിക്ക് ആരോടാണ് കടപ്പാടുള്ളത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് നിൻ്റെ ഉമ്മയോടാണ്. പിന്നെയും ഈ ചോദ്യം ആവർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ ഉപ്പയോടാണ്. അപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, നബിയെ, ഞാൻ 3 തവണ ചോദിച്ചപ്പോഴും താങ്കൾ ഉമ്മയോടാണെന്ന് പറഞ്ഞു. പിന്നെയാണ് ഉപ്പയെ പറഞ്ഞത്. അതിനെന്താണ് കാരണമെന്ന് ആ മനുഷ്യൻ നബിയോട് ചോദിച്ചപ്പോൾ നബി മറുപടി പറയുന്നു, ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഒന്നിരിക്കുവാനോ നിവർന്ന് കിടക്കുവാനോ പോലും സാധിക്കാതെ 10 മാസം നിന്നെ വയറ്റിൽ ചുമന്ന് നടന്നത് നിൻ്റെ ഉമ്മയാണ്.
അത് ഉപ്പയ്ക്കില്ലാത്ത ഗുണമാണ്. അത് ഉമ്മയ്ക്ക് മാത്രമുള്ള കഴിവാണ്. അതുമാത്രമല്ല, മരണവേദനയോട് അടുത്ത വേദനയും സഹിച്ചുകൊണ്ട് ഞരമ്പുകളും നാഡികളും പേശികളുമെല്ലാം മരിഞ്ഞു മുറുകി മരണം മുന്നിൽ കണ്ട് മരണത്തിൻ്റെ ആ വേദനയും സഹിച്ചുകൊണ്ട് നിന്നെ ഈ ഭൂമി ലോകത്തേക്ക് പ്രസവിച്ചിട്ടത് നിന്റെ ഉമ്മയാണ്. അതും വാപ്പാക്കില്ലാത്ത ഗുണമാണ്. അതുപോലെ തന്നെ കരച്ചിൽ മാത്രം അറിയാവുന്ന നിനക്ക് സമയാസമയം നിന്റെ വിശപ്പ് മനസ്സിലാക്കി നിനക്ക് മുലയൂട്ടി പാല് തന്ന് വളർത്തിയതും നിന്റെ ഉമ്മയാണ്. അപ്പോൾ ഈ 3 ഗുണങ്ങൾ വാപ്പയിലില്ല. ഇത് ഉമ്മയ്ക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അപ്പം വാപ്പയെക്കാളും 3 പടി മുകളിലാണ് കടമയുടെ വിഷയത്തിൽ ഉമ്മയ്ക്കുള്ളത്. ആ നബി തന്നെ പറയുന്നു, ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് നിന്റെ സ്വർഗമെങ്കിൽ അതിൻ്റെ വാതിൽ ഉപ്പയാണ്. ഉമ്മയോടും ഉപ്പയോടും കടമകളും കടപ്പാടുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ 3 പടി സ്ഥാനം മുകളിൽ ഉമ്മയ്ക്ക് വയ്ക്കുമ്പോൾ ആ ഉമ്മയുടെ സ്ഥാനം ഇസ്ലാമിൽ എത്രത്തോളം മഹാത്മ്യമുള്ളതാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക സഹോദരങ്ങളെ. ഉമ്മയുടെ പൊരുത്തക്കേട് സംഭവിച്ചാൽ ഈ ലോകത്ത് വെച്ച് ശിക്ഷ കിട്ടുന്ന കുറ്റങ്ങളിൽപ്പെട്ട ഒരു കുറ്റമാണ് ഉമ്മയെയും ബാപ്പയെയും ഉപദ്രവിക്കലും ദ്രോഹിക്കലും അവരെ വിഷമിപ്പിക്കലും. എന്നിരുന്നാലും മക്കളോട് ഉമ്മയ്ക്കുണ്ടാവുന്ന സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബി മരണശയ്യയിൽ കിടക്കുമ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലാൻ ബുദ്ധിമുട്ടുന്നു. എല്ലാ സ്വഹാബികളും ഉറക്കെ ഉച്ചത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലി മരണപ്പെടുന്ന ആ സാഹചര്യത്തിൽ നബിയോടൊപ്പം എല്ലാ വഖത്തിലും നമസ്കരിക്കുവാനും നബിയോടൊപ്പം എല്ലാ ഇബാദത്തുകളിലും പങ്കെടുത്ത ഒരു സഹാബി മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ വിഷമിക്കുന്നത് കണ്ട് സഹാബാക്കൾ നബിയെ വിവരമറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഷഹാദത്ത് കലിമ ചൊല്ലാൻ ഉച്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളെ അയച്ചു, ഇദ്ദേഹത്തിൻ്റെ ഉമ്മയെ വിളിച്ചു കൊണ്ടുവരിക. അങ്ങനെ ഉമ്മ വന്നു. ഉമ്മ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരക്കി, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? അത് ഞാൻ ദൂരെ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. നിങ്ങളുടെ മകനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ആ അമ്മ പറഞ്ഞു, അതേ നബിയെ, എൻ്റെ മകൻ്റെ പേരുച്ചരിക്കുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. കാരണം അവൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് അവൻ എൻ്റെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി ഞാൻ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നതെന്ന് നബിയോട് ആ ഉമ്മ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാര്യം മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദർഭത്തിൽ ആ ഉമ്മയോട് ഇദ്ദേഹത്തിൻ്റെ ആ വിഷമം സൂചിപ്പിക്കുകയാണ്. നിങ്ങളുടെ മകൻ മരിക്കാൻ കിടക്കുന്നു, ഷഹാദത്ത് കലിമ ചൊല്ലുന്നില്ല, നിങ്ങളുടെ പൊരുത്തക്കേടാണ് അതിന് കാരണമെന്ന് നബി ബോധിപ്പിക്കുമ്പോൾ ആ ഉമ്മ വിസമ്മതിക്കുകയാണ്. ഞാൻ അവൻ ഒരിക്കലും പൊരുത്തം കൊടുക്കില്ല നബിയെ, അത്രയ്ക്കും ഉപദ്രവമാണ് അവൻ എന്നോട് ചെയ്തത്. ബഹുമാനികളെ, ഈ സന്ദർഭം ഇത് ഉമ്മയോടുള്ള പൊരുത്തക്കേടിൻ്റെ ഒരു ഗൗരവം നമ്മളെ മനസ്സിലാക്കുന്നുവെങ്കിൽ അതിനുശേഷമുള്ള സംഭവം ഒന്നുകൂടി കേൾക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് പറഞ്ഞു, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും ഈ മനുഷ്യൻ ഷഹാദത്ത് ചൊല്ലാതെ നാളെ നരകാഗ്നിയിലേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് ഈ ദുനിയാവിൽ വെച്ച് ആ മനുഷ്യനെ ചുട്ടുകരിക്കാം. കുറച്ച് വിറവ് കൊണ്ടുവന്ന് തീ കത്തിച്ച് ഈ മനുഷ്യനെ എടുത്ത് അതിലോട്ടിടാം, തീയിലേക്ക് ഇടാമെന്ന് നബി പറഞ്ഞപ്പോൾ ആ ഉമ്മയുടെ മുഖഭാവം മാറി. നബി, എന്തിനാണ് എൻ്റെ മകനെ തീയിലേക്ക് ഇടുന്നത്? ഞാൻ സമ്മതിക്കില്ല എന്ന് ആ ഉമ്മ എതിർക്കുകയും, എങ്കിൽ ഞാൻ അവൻ എല്ലാ പാവങ്ങളും പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് ആ ഉമ്മ പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. മക്കളുടെ പ്രശ്നങ്ങൾ മക്കളായ നമ്മൾ എത്ര തന്നെ ഉമ്മയെ വിഷമിപ്പിച്ചാലും ഉപദ്രവിച്ചാലും നമ്മൾ ആട്ടി ഓടിച്ചാലും നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് നമ്മുടെ ഉമ്മമാരായിരിക്കും. നമ്മൾ നെഞ്ചോട് ചേർക്കുന്ന നമ്മുടെ ഭാര്യമാർ നമ്മളോടൊപ്പം ഉണ്ടാകണമെന്നില്ല, നമ്മുടെ കുടുംബക്കാർ നമ്മളോടൊപ്പം ഉണ്ടാകണമെന്നില്ല. നമ്മളെപ്പോഴും നമ്മളെ കൂടെ നമ്മളെല്ലാ കാര്യത്തിനും നമ്മളോടൊപ്പം ഉണ്ടാകുന്ന നമ്മുടെ കൂട്ടുകാർ നമ്മളോടൊപ്പം ഉണ്ടാകണമെന്നില്ല. പക്ഷേ മരണസമയം വരെ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉപ്പമാർ നമ്മളോടൊപ്പം നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ടാകും. അതാണ് ആ ഉമ്മയുടെ കരുണ. മക്കൾക്കൊരു വിഷമമുണ്ടായാൽ ഇനി എത്ര വെറുപ്പാണെങ്കിൽ പോലും ആ ഉമ്മ അവിടെ ഓടിയെത്തും. അത് പലർക്കും അനുഭവങ്ങളിലൂടെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതാണ് ബഹുമാനികളെ ഇസ്ലാമിൽ ഉമ്മയ്ക്കുള്ള സ്ഥാനം. നമ്മുടെ ഉമ്മമാരെ
എന്തുമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന്, ദുഃഖിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ആ ഉമ്മമാർ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അവരുടെ പൊരുത്തം വാങ്ങിക്കുകയും കഴിവിൻ്റെ പരമാവധി നമ്മൾ അവർക്ക് വേണ്ടി ഖിദ്മത്തുകൾ ചെയ്ത് അവരുടെ നാവിൽ നിന്നും നമ്മളെക്കുറിച്ച് നല്ലത് പറയിപ്പിക്കുവാൻ, നല്ല രീതിയിൽ ദുആ ചെയ്യിപ്പിക്കുവാൻ ശ്രമിക്കുക. ഇനി മരണപ്പെട്ടവരാണ് എങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ഇബാദത്തുകൾ ചെയ്ത്, അവർക്ക് വേണ്ടി ദുആ ചെയ്ത്, അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്ത് ഹദിയ ചെയ്യുക എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു സഹോദരങ്ങളെ. അപ്പോൾ നാം പറഞ്ഞു വന്ന വിഷയം, ഇദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ചോറൊക്കെ വാരി ഈ റഹീം എന്ന മനുഷ്യൻ്റെ വായിലേക്ക് വാരി വെക്കുമ്പോൾ ആ ഉമ്മയുടെ കണ്ണിൽ നിന്നും സന്തോഷത്തിൻ്റെ അശ്രുകണങ്ങൾ കൊഴിഞ്ഞു വീഴുകയാണ്. എന്ത് മനോഹരമായ കാഴ്ചകളാണ് ബഹുമാനികളെ. അവരുടെ ആ സ്നേഹബന്ധത്തിന് അർഹമായ കൂലി അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഖിയാമത്ത് നാൾ വരെ അവരുടെ ബന്ധം നിലനിർത്തുമാറാകട്ടെ. ബഹുമാനികളെ, നമുക്കും നമ്മുടെ ഉമ്മമാരെ ഉപ്പമാരെ പല രീതിയിൽ സന്തോഷിപ്പിക്കുവാനും അവരുടെ പൊരുത്തം സമ്പാദിക്കുവാനും ഉള്ള തൗഫീക്ക് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ട മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുത്ത് അവരുടെ ഖബറുകളെല്ലാം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിലും ദീർഘകാലം അവരുടെ തണലിലായി ജീവിക്കാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ചുരുക്കുന്നു. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക.